എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചിക്കനേക്കാളും ബീഫിനേക്കാളും ഒക്കെ സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ചീമച്ചക്ക തീയലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആദ്യം നമുക്ക് കറിക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയത് വറുക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഏലക്കായും ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായി കളർ മാറി ഒരു ഡാർക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. എന്നാലേ കറിക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ. ഇതുപോലെ ഈ ഒരു കളറാകുന്നത് വരെ വറുത്തെടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും പൊടികളെല്ലാം നല്ലതുപോലെ മൂക്കുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായി തണുത്ത് കിട്ടിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ പകുതി ചീമച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇത് നടുവിലൂടെ ഒന്ന് കീറിയെടുക്കാം. പിന്നീട് ഈ നടുഭാഗത്ത് കാണുന്ന പൂഞ്ഞ് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ നടുവിലൂടെ കുറേ ഭാഗം ഇങ്ങനെ കീറിയതിന് ശേഷം അരിഞ്ഞെടുക്കാം. വലിപ്പം കൂട്ടിയോ കുറച്ചോ ഒക്കെ അരിഞ്ഞെടുത്തോളൂ. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകി വാരിയെടുക്കാം. കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടി അരിപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായി വഴണ്ട് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീമച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റോളം എണ്ണയിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും അരപ്പൊഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകുന്ന കറിയല്ല ഇത്. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റിലുള്ള ചീമച്ചക്ക തീയൽ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.